മക്കളെ എല്ലാവർക്കും എജുമേറ്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ പുതിയൊരു ചാനലാണ്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ 2ാം ക്ലാസ്സിലെ മലയാളത്തിലെ 5ാമത്തെ യൂണിറ്റ് ആണ് എടുക്കുന്നത്. രുചിമേളം എന്നാണ് നമ്മുടെ ചാപ്റ്റർ പേര്. അതേ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ ശരി എന്ന് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കുഞ്ഞുമോളുടെ തട്ടുകട. കുഞ്ഞുമോൾക്ക് ഒരു തട്ടുകടയുണ്ട്. അവളുടെ അമ്മയും അച്ഛനും ചേർന്ന് നടത്തുന്ന തട്ടുകട. ദോശ, ഇഡ്ഡലി, പുട്ട്, നെയ്യപ്പം അങ്ങനെ പല പല പലഹാരങ്ങൾ, എല്ലാത്തിനും നല്ല സ്വാദ്. അവരുടെ ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞവർ വീണ്ടും വീണ്ടും വന്നു. തട്ടുകടയിൽ തിരക്കോട് തിരക്ക്. വന്നവർക്കെല്ലാം അവൾ സ്നേഹത്തോടെ ആഹാരം വിളമ്പി. ഇനി നോക്കൂ മക്കളെ, കണ്ടെത്താം. കുഞ്ഞുമോളുടെ തട്ടുകടയിൽ എന്തെല്ലാം പലഹാരങ്ങളുണ്ട്? എല്ലാം ഉണ്ട്. ദോശ, ഇഡ്ഡലി, പുട്ട്, നെയ്യപ്പം അങ്ങനെ പല പല പലഹാരങ്ങളും ഉണ്ടല്ലേ. 2ാമത്തെ ചോദ്യം നോക്കൂ. എന്തുകൊണ്ടാണ് കുഞ്ഞുമോളുടെ തട്ടുകടയിൽ ഇത്രയും തിരക്ക്? എല്ലാ പലഹാരങ്ങൾക്കും നല്ല സ്വാദാണ്, അതുകൊണ്ടാണ് കടയിൽ അത്രയും തിരക്ക്. അല്ല മക്കളെ? സ്വന്തമായി തട്ടുകടയുണ്ട്, സ്വാദുള്ള ആഹാരവുമുണ്ട്. എന്നിട്ടും കുഞ്ഞുമോൾക്ക് ഒന്നും കഴിക്കാൻ വേണ്ട. അമ്മയും അച്ഛനും സങ്കടപ്പെട്ടു. നോക്കൂ, അമ്മ എന്താ പറയുന്നേ? ദിവസം കഴിയും തോറും മോൾക്ക് ക്ഷീണം കൂടി വരുന്നു. തീരെ ഉഷാറില്ല, ഒരു ഡോക്ടറെ കാണിക്കണം. അപ്പൊ കുഞ്ഞുമോൾക്ക് എന്താണ്? അവൾക്ക് തീരെ ഉഷാറില്ല എന്നാണ് അമ്മ പറയുന്നല്ലേ. അങ്ങനെ കുഞ്ഞുമോളും അച്ഛനും കൂടി ഡോക്ടറെ കാണാൻ വേണ്ടി പോയില്ലേ. ഡോക്ടർ പറഞ്ഞത് എന്തെല്ലാം നോക്കൂ. കുഞ്ഞുമോളുടെ അച്ഛൻ എന്താ ഡോക്ടറോട് പറഞ്ഞേ? ഇവൾ തീരെ ആഹാരം കഴിക്കുന്നില്ല, കടുത്ത ക്ഷീണവുമുണ്ട്. ഡോക്ടർ എന്തായിരിക്കും മക്കളെ തിരിച്ചു പറഞ്ഞിട്ടുണ്ടാവുക? നന്നായി ഭക്ഷണം കഴിക്കണം എന്നാവും അല്ലേ. ദിവസങ്ങൾ കടന്നുപോയി. കുഞ്ഞുമോൾ കൃത്യമായി മരുന്ന് കഴിച്ചു, നന്നായി ആഹാരവും കഴിച്ചു. അവൾ ഉഷാറായി. കുഞ്ഞുമോൾ ചുറുചുറുക്കോടെ സ്കൂളിൽ പോകാൻ തുടങ്ങി. അച്ഛനും അമ്മയ്ക്കും സന്തോഷമായി. നോക്കൂ മക്കളെ, അതിന് താഴെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലേ. അഭിനയിക്കാം. കുഞ്ഞുമോളുടെ കഥ വായിച്ചല്ലോ. താഴെ പറയുന്ന കാര്യങ്ങൾ കൂട്ടുകാരോടൊപ്പം അഭിനയിക്കാം. എന്തൊക്കെയാണ് അഭിനയിക്കേണ്ടത്? കുഞ്ഞുമോളുടെ തട്ടുകട, കുഞ്ഞുമോൾ ആശുപത്രിയിൽ, സ്കൂളിൽ പോകുന്ന കുഞ്ഞുമോൾ. അപ്പോ ഈ 3 സാഹചര്യങ്ങളും മക്കളോട് അഭിനയിച്ച് കാണിക്കാനാണ് പറയുന്നത്. വായിക്കാം. ആരോഗ്യമുള്ള ശരീരത്തിന് പോഷകം നിറഞ്ഞ ഭക്ഷണം. നന്നായി വളരാൻ പോഷകം നിറഞ്ഞ ആഹാരം കഴിക്കണം. ധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുകൾ, പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ എന്നിവ ഉൾപ്പെടുത്തിയ ആഹാരം. മത്സ്യം, മാംസം, പാൽ, മുട്ട എന്നിവ കഴിക്കുന്നതും ആരോഗ്യത്തിന് നല്ലതാണ്. പഴകിയതും കേടുവന്നതുമായ ആഹാരം കഴിക്കരുത്. സ്വാദും നിറവും മണവും വർദ്ധിപ്പിക്കാൻ ചേർക്കാൻ പാടില്ലാത്ത പലതും ആഹാരത്തിൽ ചേർക്കുന്നുണ്ട്. അത്തരം ആഹാരങ്ങൾ ആരോഗ്യത്തിന് നല്ലതല്ല. അപ്പോൾ നല്ല ആരോഗ്യം കിട്ടാൻ വേണ്ടി നല്ല ഭക്ഷണങ്ങളാവണം നമ്മൾ കഴിക്കേണ്ടത്. പയറുവർഗ്ഗങ്ങളും ഇലക്കറികളും മുട്ടയും മത്സ്യവും മാംസവും എല്ലാമാണ് കഴിക്കേണ്ടത്. പഴകിയതും അതുപോലെ ഫാസ്റ്റ് ഫുഡുകളൊന്നും കഴിക്കരുത് എന്നാണ് പറയുന്നത്. ഓരോന്നിലും എന്തൊക്കെ എഴുതാം? ധാന്യങ്ങൾ, അരി മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെ എന്തൊക്കെ എഴുതാം? ഗോതമ്പ്, ചോളം, റാഗി. അടുത്തത് പഴങ്ങൾ. വാഴപ്പഴം, മാമ്പഴം, ചക്ക, മുന്തിരി. പച്ചക്കറികളിലോ? മുളക്, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി. മക്കൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളും പഴങ്ങളൊക്കെ എഴുതാട്ടോ. ഇനി നോക്ക്, ഇലക്കറികൾ. മുരിങ്ങയില, ചീരയില, മത്തനില, പയറിൻ്റെ ഇല എല്ലാം നമ്മൾ കഴിക്കുന്നതാണല്ലേ. അടുത്തത് കിഴങ്ങുകളാണ്. ഉരുളക്കിഴങ്ങ്, ചേന, ചേമ്പ്, കപ്പ എല്ലാം കിഴങ്ങുകളാണല്ലേ. പയറുവർഗ്ഗങ്ങൾ, അതിലെന്തെല്ലാം എഴുതാം? പയറ്, കടല, പരിപ്പ്, ചെറുപയറ് എല്ലാം എഴുതാം അല്ലേ. ഇനി അടുത്തത് നോക്കൂ. നിങ്ങൾ ഒരാഴ്ച കഴിക്കുന്ന ആഹാരത്തിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ഓരോ ദിവസവും പട്ടികയിൽ അടയാളപ്പെടുത്തി നോക്കാം. നമുക്കവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ടല്ലോ മക്കളെ. അപ്പോൾ മക്കൾ എന്താ ചെയ്യേണ്ടേ? ഒരു ചാർട്ട് പേപ്പറിൽ അത് വരച്ചിട്ട് നിങ്ങൾ ദിവസവും കഴിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും ഒക്കെ അതിൽ അടയാളപ്പെടുത്തണേ. ഇനി ആ ചാർട്ടിൽ നോക്കിയിട്ട് നമ്മൾ ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസാണ് തന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് വായിച്ച് നോക്കാം നമുക്ക്. നിങ്ങൾ കഴിച്ചതിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ആഹാരമാണ് കൂടുതൽ വന്നത്? ഏതാണ് എന്ന് നിങ്ങൾ എഴുതണം കേട്ടോ. പച്ചക്കറിയാണോ, പഴങ്ങളാണോ, ധാന്യങ്ങളാണോ എന്ന് എഴുതാം. ഏറ്റവും കുറവ് കഴിച്ചതും അതിലടയാളപ്പെടുത്തുക. ഇനി നോക്കൂ, അരിയുണ്ട. അരി കഴുകി ഉണക്കി ചട്ടിയിൽ വറുത്ത് മിക്സിയിൽ പൊടിച്ചു. തേങ്ങ ചിരകി ശർക്കര ചുരണ്ടി അരിപ്പൊടിയിൽ ചേർത്തു.
കൈകൊണ്ട് കുഴച്ച് ഉരുട്ടിയെടുത്തു. പാത്രത്തിൽ അരിയുണ്ടകൾ നിരത്തി വെച്ചു. ഇനി അതിന് താഴെയുള്ള ക്വസ്റ്റ്യൻ നോക്കൂ. അരിയുണ്ടയിലെ ചേരുവകൾ എന്തെല്ലാം? എന്തെല്ലാം ചേർത്താണ് അരിയുണ്ട ഉണ്ടാക്കുന്നത് മക്കളെ? അരി, ശർക്കര, തേങ്ങ, അരിപ്പൊടി, ഇത്രയും ചേരുവകളാണ് അരിയുണ്ടയിൽ വേണ്ടത് അല്ലേ? അടുത്ത പ്രവർത്തനം എന്താണ്? വായിക്കാം, പൂർത്തിയാക്കാം. കലം കഴുകി വെള്ളമൊഴിച്ചു, അടുപ്പിൽ വെച്ചു, തീ കത്തിച്ചു, വെള്ളം തിളച്ചു, അരിയിട്ടു, അരി വെന്തു, ചോറ് വാർത്തു, കുഞ്ഞുമോൾ വന്നു, പാത്രമെടുത്ത് ചോറ് വിളമ്പി. ഇനി നമുക്കവിടെ ഒരു 3 വരി കൂടി എഴുതി കൊടുക്കേണ്ടതുണ്ട്. എന്തെല്ലാം എഴുതാം? ഈച്ച വന്നു, ചുറ്റും പറന്നു, കുഞ്ഞുമോൾ കണ്ടു, പാത്രം അടച്ചു വെച്ചു. വാക്യങ്ങൾ ക്രമത്തിലാക്കാം. പാത്രം അടച്ചു വെച്ചു, ഈച്ച വന്നു, ചുറ്റും പറന്നു, കുഞ്ഞുമോൾ കണ്ടു. ഇതെങ്ങനെയാ മക്കളെ ക്രമത്തിലാക്കുക? ആദ്യം ഏതായിരിക്കും? ഈച്ച വന്നു, ചുറ്റും പറന്നു, പിന്നെ കുഞ്ഞുമോൾ കണ്ടു, അവസാനമായിട്ട് പാത്രം അടച്ചു വെച്ചു. അങ്ങനെയാണ് വരുന്നത്. ഇനി നോക്കൂ, കണ്ടെത്താം, പറയാം. ചോറ് വിളമ്പിയ പാത്രം കുഞ്ഞുമോൾ അടച്ചു വെച്ചത് എന്തിനായിരിക്കും? ഈച്ച പാറി വന്നത് കുഞ്ഞുമോൾ കണ്ടു അല്ലേ? അതുകൊണ്ടാണ് പാത്രം അടച്ചു വെച്ചത്. ഈച്ച ഭക്ഷണത്തിലിരുന്നാൽ അസുഖം വരുമെന്ന് കുഞ്ഞുമോൾക്കറിയാം. അടുത്തത് എന്താ നോക്കൂ. രുചിയുടെ പൊടിപൂരം. അമ്മുവിനിഷ്ടം അച്ചപ്പം, അടയും വടയും കുഴലപ്പം, ഇന്ദുവിനിഷ്ടം ഇടിയപ്പം, ഇഡ്ഡലി ദോശ ചപ്പാത്തി, ഉസ്മാനിഷ്ടം ഊത്തപ്പം, ഉമ്മ ചുടുന്നൊരു പാലപ്പം, മധുവിനിഷ്ടം വട്ടേപ്പം, മധുരം കിനിയും നെയ്യപ്പം, പലഹാരങ്ങൾ പലതുണ്ടേ, പല പല രുചിതൻ പൊടിപൂരം. അപ്പോൾ പലഹാരങ്ങളെ കുറിച്ചുള്ള ഒരു പാട്ടാണ് നമ്മൾ പാടിയതല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. പാട്ടിൽ പറയുന്ന പലഹാരങ്ങളുടെ പേരുകൾ പറയാം, എഴുതാം. ഏതൊക്കെയാ പലഹാരങ്ങളെ കുറിച്ച് മക്കളെ പറയുന്നത്? അച്ചപ്പം, അട, വട, കുഴലപ്പം, ഇടിയപ്പം, ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, ഊത്തപ്പം, പാലപ്പം, വട്ടയപ്പം, നെയ്യപ്പം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇനിയും ധാരാളം ആഹാര സാധനങ്ങളുണ്ടല്ലോ, എഴുതി ചേർക്കാം. മക്കൾക്ക് അറിയുന്ന ഏതൊക്കെ ആഹാര സാധനങ്ങളുണ്ട്? ഉണ്ണിയപ്പം, പഴംപൊരി, കൊഴുക്കട്ട, പത്തിരി, കിണ്ണത്തപ്പം, ലഡു, ജിലേബി ഒക്കെ പലഹാരങ്ങളാണല്ലോ മക്കളെ. അപ്പം നിങ്ങൾക്കറിയാവുന്ന കൂടുതൽ പലഹാരങ്ങളും അതിലെഴുതി ചേർക്കണേ. ഇനി നിങ്ങളോട് പറയുന്നത് എന്താണ്? ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കാം. ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കാനാണ് പറയുന്നത് അല്ലേ? ആവശ്യമായ സാധനങ്ങൾ. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് പഴങ്ങൾ വേണമല്ലേ? നേന്ത്രപ്പഴം, തണ്ണിമത്തൻ, പൈനാപ്പിൾ അല്ലെങ്കിൽ കൈതച്ചക്ക, മുന്തിരി, ആപ്പിള്, മാമ്പഴം, ഉറുമാമ്പഴം, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴങ്ങളെല്ലാം നമ്മൾ ഫ്രൂട്ട് സലാഡിന് ഇടാം. ഇനി തയ്യാറാക്കുന്ന വിധം നോക്കൂ. പഴങ്ങൾ നന്നായി കഴുകിയെടുക്കുക. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വൃത്തിയുള്ളൊരു പാത്രത്തിലേക്ക് ഇടുക. ആവശ്യത്തിന് മധുരം ചേർക്കുക. നന്നായി ഇളക്കുക. ഫ്രൂട്ട് സലാഡ് റെഡി. സാധാരണ നമ്മൾ എന്തും കൂടി ഇടാറുണ്ട് മക്കളെ? ഐസ്ക്രീം കൂടി ഇടാറുണ്ടല്ലേ? ഇതൊരു ഹെൽത്തി ഫ്രൂട്ട് സലാഡാണ്, അതുകൊണ്ട് ഐസ്ക്രീം ഒന്നും വേണ്ട കേട്ടോ. കടങ്കഥകൾ വായിക്കാം, ഉത്തരം കണ്ടെത്താം. കടലിൽ നിന്ന് വരുന്നു ഞാൻ, അടുക്കള തന്നിലിരിക്കും ഞാൻ, വെള്ളം തൊട്ടാൽ അലിയും ഞാൻ, പറയൂ പറയൂ ഞാൻ ആര്? ആരായിരിക്കും മക്കളെ അടുക്കളയിലുള്ള കടലിൽ നിന്ന് വരുന്ന ആള്? വെള്ളം തൊട്ടാൽ അലിയുകയും ചെയ്യും. ആരാണത്? ഉപ്പാണത് അല്ലേ? ഉപ്പ്. രണ്ടാമത് നോക്ക്. ഏത് കറിക്കും രുചിയേകാൻ കൂട്ടു വിളിക്കാറുണ്ടെന്നെ, കറികൾ വെന്തു കഴിഞ്ഞെന്നാൽ പിന്നീട് ആർക്കും വേണ്ടെന്നെ. അതാരാണ്? അതും ഉപ്പ് തന്നെയാണല്ലേ? ഇനി എന്താണ് നോക്ക്. ഇനി നിങ്ങളോട് കൂടുതൽ കടങ്കഥകൾ കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. അകമില്ല, പുറമില്ല, ഞെട്ടില്ല, വട്ടയില്ല. എന്താണ് മക്കളെ? പപ്പടം. കറിക്കു മുമ്പൻ ഇലയ്ക്കു പിമ്പൻ. ആരാണ്? കറിവേപ്പില. കൂട്ടിത്തിന്നാൻ ഒന്നാന്തരം, ഒറ്റയ്ക്കായാൽ ആർക്കും വേണ്ട. അതെന്താണ്? ഉപ്പ്. 1000 തത്തയ്ക്ക് ഒരു കൊക്ക്. വാഴക്കുല. അമ്മ പെറ്റതെല്ലാം വെളുത്ത പട്ടാളം. ആരാണ്? ഉപ്പ്. ഇപ്പൊ മക്കൾക്ക് ഇഷ്ടമുള്ള അത്രയും കടങ്കഥകൾ എഴുതിയെടുക്കണേ. ഇനി നോക്കൂ, അടുത്തത് എന്താണ്? ചിത്രം നോക്കി കഥ എഴുതാം. നമുക്കവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ? എന്തിൻ്റെ ചിത്രമാണ്? ഒരു കോഴിയും പൂച്ചയും ഒക്കെ അപ്പം ചുടുന്ന ഒരു ചിത്രമാണല്ലേ തന്നിട്ടുള്ളത്. കോഴി അപ്പം ചുടുന്നുണ്ട്, പൂച്ച അത് കട്ടുകൊണ്ട് പോകുന്നുണ്ട്.
ആ ഒരു ചിത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചൊരു കഥ എഴുതാനാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. ഒരു ദിവസം കോഴി അപ്പൂപ്പൻ രുചികരമായ അപ്പങ്ങൾ ചുടുകയായിരുന്നു. അപ്പോഴാണ് അതുവഴി കുറുമ്പി പൂച്ച കടന്നുപോയത്. അപ്പൂപ്പൻ്റെ രുചിയേറിയ അപ്പത്തിൻ്റെ മണം കുറുമ്പിപ്പൂച്ചയെ അടുക്കളയിലേക്ക് കൊണ്ടെത്തിച്ചു. അടുക്കളയിൽ അവൾ അപ്പൂപ്പൻ അപ്പങ്ങൾ ചുടുന്നത് കണ്ടു. ഹായ്, എന്ത് രുചിയുള്ള അപ്പങ്ങളായിരിക്കും അത്, കുറുമ്പിപ്പൂച്ച മനസ്സിൽ വിചാരിച്ചു. അവൾ മെല്ലെ ശബ്ദമുണ്ടാക്കാതെ അടുക്കളയിലേക്ക് എത്തി. അപ്പൂപ്പൻ കാണാതെ അവൾ അതിലൊരപ്പം എടുത്ത് മെല്ലെ മെല്ലെ നടന്നുപോയി. പൂച്ചക്കുഞ്ഞേ, അയ്യോ, ദാ അപ്പൂപ്പൻ പിറകിൽ നിന്നും വിളിച്ചു. അപ്പൂപ്പൻ കുറുമ്പിപ്പൂച്ച അപ്പം എടുത്തത് കണ്ടു. പൂച്ചക്കുഞ്ഞെ, അപ്പം മോഷ്ടിക്കാൻ പാടുണ്ടോ? അപ്പൂപ്പൻ അവളോട് ചോദിച്ചു. അതപ്പൂപ്പ, എനിക്ക് അപ്പം കണ്ടപ്പോൾ കഴിക്കാൻ കൊതിയായി, അതുകൊണ്ടാണ് ഞാനതിലൊന്ന് എടുത്തത്. ഹ ഹ ഹ, അത് കുഴപ്പമില്ല, നീ എടുത്തോ, പക്ഷെ അതെന്നോട് ചോദിച്ചിട്ട് വേണം എടുക്കാൻ. ആരോടും ചോദിക്കാതെ ഒന്നും എടുക്കരുത് കേട്ടോ, അപ്പൂപ്പൻ കുറുമ്പിപ്പൂച്ചയോട് പറഞ്ഞു. ശരി അപ്പൂപ്പ, ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. കുറുമ്പിപ്പൂച്ചയ്ക്ക് അവളുടെ തെറ്റ് മനസ്സിലായി. പിന്നീട് ഒരിക്കലും അവൾ ഒരാളുടെയും വസ്തു അവരോട് ചോദിക്കാതെ എടുത്തിട്ടില്ല. മക്കൾക്ക് കഥ ഇഷ്ടമായോ? ഇനി നമുക്കൊരു കവിത പാടിയാലോ? വരികൾ കൂട്ടിച്ചേർക്കാം. അപ്പം അപ്പം ഇടിയപ്പം, അച്ഛൻ ചുട്ടു ഇടിയപ്പം, അപ്പം അപ്പം പാലപ്പം, അമ്മ ചുട്ടു പാലപ്പം. ഇനി മക്കളോട് 2 വരികൾ കൂടി കൂട്ടി എഴുതാനാണ് പറയുന്നത്. അപ്പം നമുക്ക് എഴുതി നോക്കിയാലോ? അപ്പം അപ്പം ഉണ്ണിയപ്പം, ചേച്ചി ചുട്ടു ഉണ്ണിയപ്പം, അപ്പം അപ്പം നെയ്യപ്പം, മുത്തശ്ശി ചുട്ട നെയ്യപ്പം. ഞാൻ പറയട്ടെ, എന്നെ ആവിയിലാണ് വേവിക്കുന്നത്, അരിമാവ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ആരാ പറയുന്നത്? ഇഡ്ഡലിയാണ് പറയുന്നത് അല്ലേ? ഇനി ഉണ്ണിയപ്പം പറയുന്നത് നോക്ക്. എന്നെ എണ്ണയിലാണ് ചുടുന്നത്, എനിക്ക് നല്ല മധുരമാണ്. ഇനി പുട്ട് എന്തായിരിക്കും മക്കളെ പറയുന്നത്? എന്നെ ആവിയിലാണ് വേവിക്കുന്നത്, എന്നെ ഉണ്ടാക്കുമ്പോൾ തേങ്ങ ചേർക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിൽ ചെയ്യാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്ത ആക്ടിവിറ്റീസും ഒക്കെ എല്ലാം മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കിട്ട് നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 2ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്